കേസ് കുട്ടികൾക്ക് ഗുളികയൊന്നും കഴിക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് തീരെ പറ്റില്ല. മാത്രമല്ല അവരെപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും. അച്ഛനും അമ്മയും പലപ്പോഴും ഗതികെട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരൊന്നും കഴിക്കാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് എന്താ സംഭവിക്കുക? അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ. നമ്മൾ പൊതുവെ നാട്ടിൻപുറത്ത് പറയാറുണ്ട് കുട്ടികൾക്ക് എന്നും ബാലാരിഷ്ടതയാണെന്ന്, അല്ലെ? ഒരു 5-6 വയസ്സ് വരെ അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഡോക്ടറെ കാണിക്കാനോ സമയം ഉണ്ടാവുള്ളൂ. പീഡിയാട്രീഷ്യന് നമ്മൾ ഒരിക്കലും റെസ്റ്റ് കൊടുക്കാറില്ല, അല്ലെ? അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു പ്രത്യേകത, കുട്ടികൾക്ക് വേണ്ടത്ര ഹൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 10, 30, 40 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ചുമരിൽ തൂക്കിയിട്ടുണ്ട്. പല വീടുകളിൽ ഇപ്പോഴും കാണാം. അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ ഹൈറ്റ് ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇല്ല. നല്ലൊരു ശതമാനത്തിനും ഇല്ല. അതിന്റെ കാരണം ശരീരം വളരുന്നത് കണ്ണ് വളർന്നിട്ടോ മൂക്ക് വളർന്നിട്ടോ ചെവി വളർന്നിട്ടോ അല്ല, എല്ല് വളർന്നിട്ടാണ്. എല്ല് വളരാൻ വേണ്ട നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം നമ്മുടെ ബോഡിക്ക് കിട്ടുന്നില്ല. മാത്രമല്ല, ഉള്ള കാൽഷ്യത്തെ മൊത്തം നശിപ്പിക്കുന്ന പഞ്ചസാര പോലെയുള്ള വസ്തുക്കളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കുട്ടികളുടെ വളർച്ച മുരടിപ്പാണ്, അല്ലെ? ആ ഉയരം വരുന്നില്ല. അതുപോലെ തന്നെ അവർ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ബ്രെയിൻ ഡെവലപ്മെന്റ് വേണ്ടതൊന്നും കൊടുക്കുന്നില്ല. ബ്രെയിനെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത്. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിലും പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനുള്ള ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർട്ട് കിഡ്സ്, ആൻഡ് ദാറ്റ് ടു ക്ലിനിക്കലി പ്രൂവൺ. ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരുപാട് കുട്ടികൾക്ക് ഇത് കൊടുത്ത് അതിന്റെ റിസൾട്ടുകളെയൊക്കെ ക്രോഡീകരിച്ച് അതിനെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നതാണ് ക്ലിനിക്കലി പ്രൂവൺ എന്ന് പറയുന്നത്. 49 ന്യൂട്രിയൻസ് ന്യൂട്രിചാർട്ട് കിഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ 10 ബൊട്ടാണിക്കൽസ്, 3 തരത്തിലുള്ള പ്രോട്ടീൻ, സോയ പ്രോട്ടീൻ, വേ പ്രോട്ടീൻ ആൻഡ് മിൽക്ക് പ്രോട്ടീൻ, 29 വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, 3 പ്രീബയോട്ടിക്സ്, 5 മാക്രോ മോളിക്യൂൾസ്. അപ്പൊ ഈ 49 ന്യൂട്രിയൻസിലെ ന്യൂട്രിചാർട്ട് കിഡ്സിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ K സ്റ്റാൻഡ്സ് ഫോർ നോളജ്, മെമ്മറി, ഓർമ്മശക്തി അല്ലെങ്കിൽ ബുദ്ധിശക്തി, I സ്റ്റാൻഡ്സ് ഫോർ ഇമ്മ്യൂണിറ്റി, D സ്റ്റാൻഡ്സ് ഫോർ ബോഡി ഡെവലപ്മെന്റ് ആൻഡ് S സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത് ഓർ സ്റ്റാമിന. ഈ 4 കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ 4 കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഇല്ലാത്തത്. ന്യൂട്രിചാർട്ട് കിഡ്സ് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഡെയിലി കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 2 നേരം കൊടുത്തോളൂ. രാവിലെയും വൈകിട്ട്. നല്ല പാലുണ്ടെങ്കിൽ പാലിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് കഫക്കെട്ടൊക്കെയുള്ള സമയത്ത്, ചുമയുള്ള സമയത്ത് ഒരിക്കലും പാലിൽ കൊടുക്കാതിരിക്കുക. ഒരു 1.5 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇത് കൊടുക്കാം. വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ്. അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്, കുട്ടികളുടെ മെമ്മറി ലെവൽ കൂടും, IQ ലെവൽ കൂട്ടാൻ സഹായിക്കുന്ന, ഞാൻ പറഞ്ഞു ഇതിൽ 10ഓളം പച്ചമരുന്നുകളുടെ സത്ത് ചേർത്തിട്ടുണ്ട്. കീഴാർനെല്ലി, പച്ചമുന്തിരി, ഇരട്ടിമധുരം, പനിക്കൂർക്ക, അയമോദകം, ഇഞ്ചി, കറുവാപ്പട്ട, തുളസി തുടങ്ങി 10ഓളം പച്ചമരുന്നുകൾ ചേർത്ത് ന്യൂട്രിചാർട്ട് കിഡ്സ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്, അതിൽ ചിറ്റമൃതന സത്തുള്ളത് കൊണ്ട് അത് IQ ലെവൽ കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ കുട്ടികളുടെ മെമ്മറി പവർ കൂടും, ഓർമ്മശക്തി കൂടും, അവരുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പതുക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മിൽക്ക് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കും. വേ പ്രോട്ടീൻ അവരുടെ മസിൽ മാസ്, അവർ ഇനാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വളരെ ആക്റ്റീവ് ആവും. അപ്പോൾ I സ്റ്റാൻഡ്സ് ഫോർ ഇമ്മ്യൂണിറ്റി. ബേസിക്കലി പ്രോട്ടീൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നല്ലതാണ്. ഇതിലെല്ലാം കൂടി ചേർന്നാണ് അത്. ഓക്കെ, ഇംപ്രൂവ്സ് മെന്റൽ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ്. അതായത് അവർ വളരെ മെന്റലി സ്റ്റേബിൾ ആയിരിക്കും. എൻഹാൻസ് സ്റ്റാമിന ആൻഡ് എനർജി, നല്ല എനർജി ലെവൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല എല്ലുകൾ വളരും. സോ K സ്റ്റാൻഡ്സ് ഫോർ നോളജ്, I സ്റ്റാൻഡ്സ് ഫോർ ഇമ്മ്യൂണിറ്റി, D സ്റ്റാൻഡ്സ് ഫോർ ബോഡി ഡെവലപ്മെന്റ്. നല്ല ഹൈറ്റ് വയ്ക്കും കുട്ടികളൊക്കെ. ഇത് കൊടുക്കുന്നതിന് മുമ്പ് കുട്ടികളെ ചുമരിനോട് ചേർത്ത് നിർത്തി ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഒരു 2 മാസത്തിന് ശേഷം നിങ്ങൾ വീണ്ടും നോക്കിക്കോളൂ, ഹൈറ്റ് കൂടിയുണ്ടാവും. ഞാൻ പറഞ്ഞു എല്ലുകൾ വളരാൻ വേണ്ട നാച്ചുറൽ ആയിട്ടുള്ള ബോഡിക്ക് അബ്സോർബ് ചെയ്യാവുന്ന കാൽഷ്യം ഇതിലുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. ഇംപ്രൂവ്സ് ഡൈജഷൻ ആൻഡ് ഗട്ട് ഹെൽത്ത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കുട്ടികൾക്ക് നല്ല ദഹനം കിട്ടും. ഇനി ദഹന സംബന്ധമായ പ്രശ്നങ്ങളാണ് സർവ്വരോഗങ്ങളുടെയും ബേസ്. ഇതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. നമ്മൾ പറഞ്ഞു ഇതിന് വരുന്ന വില ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ പലപ്പോഴും മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റും ഇതിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റും നോക്കി നോക്കുക. ഇതിലുള്ള ന്യൂട്രിയൻസും നോക്കി നോക്കുക. എന്നിട്ടാണ് നമ്മൾ വില നിശ്ചയിക്കേണ്ടത്. പൈസ നമ്മൾ ആലോചിച്ച് നോക്കുക. കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല സ്കൂളിൽ വിടും, ഏറ്റവും നല്ല സ്കൂൾ ബസ് അറേഞ്ച് ചെയ്യും, ഏറ്റവും നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, നല്ല ഫുഡ് എന്ന് കരുതി വില കൂടിയ ചില ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്ക് ഇത് കൊടുക്കണം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്ക് ഇത് കഴിക്കാം. അലർജി, തുമ്മല്, ആസ്മ, കഫക്കെട്ട് തുടങ്ങി സ്ഥിരമായിട്ട് ഇൻഹീലർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങളിത് കൊടുത്തോളൂ. 2-3 മാസം കൊണ്ട് അവരുടെ ആസ്മയുടെ ബുദ്ധിമുട്ടൊക്കെ മാറും. ഇൻഹീലർ മാറ്റിയ ആളുകളെ 100 കണക്കിന് എനിക്ക് നേരിട്ട് അറിയാം. ഓക്സിജൻ സിലിണ്ടർ വെച്ച് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത ആളുകളൊക്കെ സുഖമായിട്ട് കഴിയുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ശ്വസന സംബന്ധമായ സർവ്വ പ്രശ്നങ്ങളെയും മാറ്റാൻ ഇതിൽ തുളസിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, മറ്റു പല പോഷകങ്ങളുള്ളത് കൊണ്ട്
കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്ക് നമുക്കിത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ന്യൂട്രിചാർജ് കിഡ്സ്